രാഘവൻ BJP പ്രതിനിധി. നോക്കൂ, ഫുൽപൂരിൽ 3 ലക്ഷത്തിലധികം ആളുകളാണ് ഒരു റാലിയിലേക്ക് ഒഴുകിയെത്തുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വേദി വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ജനമൊരു സാഗരമായി ഇളകി മറിയുകയാണോ? ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ കർഷകരോഷം ശക്തമാണ്. റോത്തങ്കിലാണെങ്കിലും ശരി, സിർസയിലാണെങ്കിലും ശരി, ഹിർസയിലാണെങ്കിലും ശരി. പഞ്ചാബിലും സമാനമായ പ്രതിരോധം BJP നേരിടുന്നു. അവിടെയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇരുമുന്നണികളായി മത്സരിക്കുമ്പോൾ പോലും BJPക്ക് നിലം തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ചിത്രം മാറുകയാണോ? ഫുൽപൂരിലെ കാഴ്ച നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ ഷാജി രാഘവൻ? ഇല്ല ഡോക്ടർ അരുൺ, നമ്മൾ ഈ 2019 തെരഞ്ഞെടുപ്പ് ഒന്ന് ഓർത്താൽ മതി. എന്തായിരുന്നു ഇവരന്ന് പറഞ്ഞത്? 2014 ഒരു ചക്ക വീണപ്പോൾ ഒരു മൊയിലെത്തു. ആ തത്വം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന CPM ഉം കോൺഗ്രസും ഒക്കെ കേരളത്തിലും രാജ്യത്തൊക്കെ പറഞ്ഞു നടന്നത്. നമുക്കറിയാം 2019 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ മുമ്പ് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പോസിറ്റീവായ ക്യാമ്പയിനിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നത്. എന്താ പ്രതിപക്ഷം ചെയ്യുന്നത്? എന്താ ഇന്ത്യ മുന്നണി ചെയ്യുന്നത്? അവരന്നന്ന് വീണ് കിട്ടുന്ന വിഷയമാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു പാർട്ടിയിലെ ഒരു MPക്കെതിരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് നടത്തിയിട്ടുള്ള അസോൾട്ട്, കയ്യേറ്റം. ആ കയ്യേറ്റത്തെ പോലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു വിഷയമാക്കാനുള്ള പരിശ്രമമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, സാധാരണ ശബരിനാഥൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചും കൂടെ അദ്ദേഹം വളരെ ന്യായീകരിക്കുക അതിനെ. അപ്പം നിങ്ങൾ ബ്രിജേഷ് ഭൂഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു വളരെ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുമെന്നാണ്. ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുമെന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതാണോ പോസിറ്റീവ് ക്യാമ്പയിൻ? ഞാനും ചോദിച്ചോട്ടെ ഡോക്ടർ അരുൺ, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ സമ്പത്ത് പറയുന്നു ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപത്തിലെ പ്രതികളാരാ? BJPക്കാരാണ്, RSSകാരാണ്. എത്ര കാലമായിട്ട് ഇവരിതൊക്കെ കേരളത്തിൽ പറയുക? ഇത് പറയുന്ന പാർട്ടി ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പോലും ഇവർ ഫാസിസത്തെ പറ്റിയിട്ടോ ഏകാധിപത്യത്തെ പറ്റിയിട്ടോ പറയുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരാൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞപ്പോൾ 56 വെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയുടെ ആൾക്കാരാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജനാധിപത്യത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ബോംബുണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത്? രാഷ്ട്രീയ എതിരാളികളെ ഈ കേരളത്തിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബോംബുണ്ടാക്കിയവർക്ക് വേണ്ടി സ്മാരകം പണിയാൻ പോവുകയാണ്. അവരാണ് ചർച്ചയിൽ വന്നിട്ട് ഈ വലിയ മഹത്തായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ അടിവരയിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുമ്പോട്ട് വെച്ച പോസിറ്റീവ് ക്യാമ്പയിനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ നേട്ടങ്ങളാണ്. 47 ആകുമ്പോഴത്തേക്ക് രാജ്യം എത്താൻ പോകുന്ന ഒരു അമൃത കാലമുണ്ട്. ആ കാലത്തിലേക്കുള്ള റോഡ് മാപ്പ് വളരെ കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അരവിന്ദ് കെജ്രിവാൾ ഗ്യാരണ്ടി അവതരിപ്പിച്ചപ്പോൾ നിങ്ങളൊന്ന് നടുങ്ങിയില്ലേ? നിങ്ങളൊന്ന് വിറച്ചില്ലേ? ശരിക്കും വിറച്ചത് ഡോക്ടർ ഞങ്ങളല്ല, കോൺഗ്രസ് ആണ്. 3 ദിവസം രാഹുൽ ഗാന്ധി പിക്ചറിന്നില്ലാതെ പോയി. ശരിക്കും വിറച്ചത് കോൺഗ്രസ്. ഞങ്ങൾക്ക് എന്തിനു വിറക്കണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, താങ്കൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ് അവരുടെ മിനിമം 10-20 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പഞ്ചാബിലും ഡൽഹിയിലുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയൊന്നും ഞങ്ങളെ സംബന്ധിച്ചോളം രാഷ്ട്രീയ എതിരാളികളായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ കണ്ടിട്ടേ ഇല്ല. ആകെ 20-23 സീറ്റുകളിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുമായി BJP കൊമ്പ് കോർക്കാനില്ല. നിങ്ങൾ ചിത്രത്തിലേ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും വലിയ വിഷയമായി BJP കണക്കിലാക്കുന്നില്ലെന്നും മാത്രവുമല്ല BJP 125 ദിവസത്തെ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത തവണ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം. അങ്ങനെയാണ് മോദി പറയുന്നത്. വിനോദ്, കർമ്മ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചത് ഇലക്ഷനൊക്കെ തൊട്ട് മുമ്പാണ്. ആ ആവേശവും ആ പറയുന്ന കോൺഫിഡൻസ് ഒന്നും ഇപ്പോൾ അവർക്കില്ല. പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ ചർച്ച കഴിഞ്ഞതിന് ശേഷം ശ്രീ ഷാജി രാഘവൻ പറഞ്ഞത് അരുൺകുമാറിന് ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം മുട്ടി എന്ന് പറഞ്ഞത്. പക്ഷേ ചില ചോദ്യങ്ങൾ തിരിച്ച് അങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം ഉണ്ടായിരുന്നില്ല. ബബ്ബ പേടിച്ച് അദ്ദേഹം പോയി. പക്ഷേ അതിനുശേഷം മറ്റൊരു കാര്യം ഇവിടെ ശ്രീ സമ്പത്ത് അടക്കം സൂചിപ്പിച്ചു. അത് പറഞ്ഞു പോകാൻ കഴിയാൻ ഒരുപാട് പേര് ചർച്ചയാണെന്ന് മാത്രം പറയാം. ഗുജറാത്ത് കലാപത്തെ താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശരി. അല്ല, വിനോദിന്റെ ചോദ്യത്തിലേക്ക് വരട്ടെ. വിനോദിന്റെ ചോദ്യത്തിലേക്ക് വരും. നമുക്ക് എന്റെ ചോദ്യം
എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ശ്രീ സമ്പത്ത് അടക്കമുള്ളവർ അങ്ങും ഇപ്പോൾ സൂചിപ്പിച്ചു ഗോത്ര കലാപത്തെ പറ്റി. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന 19 വയസ്സുള്ള സ്ത്രീ, നമുക്കറിയാം രണ്ടിക്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അവള് പലായനം ചെയ്യുമ്പോൾ മറ്റൊരു ചബർപ്പത് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവളുടെ കൂടെ 3 വയസ്സുള്ള ഒരു കുഞ്ഞും അവളുടെ ഉദരത്തിൽ 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു, ഗർഭിണിയായിരുന്നു. അവളുടെ കുടുംബാംഗങ്ങളുടെ കൂടെയാണ് അവൾ പലായനം ചെയ്യപ്പെട്ടു പോയത്. മറ്റൊരു ഗ്രാമത്തിൽ വെച്ച് ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദികൾ ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്യുകയും അവരുടെ കൂട്ടത്തിലുള്ളവരെ കൊല്ലുകയും ചെയ്ത കേസിൽ ഇവിടെ സമ്പത്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൽ പോലീസ് കേസെടുത്തില്ല. അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി CBIയോട് പറഞ്ഞു കേസ് അന്വേഷിക്കാൻ. കേസ് അന്വേഷിച്ചു. അവസാനം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ബോംബെയിലേക്ക് വിചാരണ മാറ്റി. ബോംബെ കോടതി ഈ പ്രതികൾ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. ആ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ അതിൽ ഒരു പ്രതി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തു? ജില്ലാ കളക്ടറെ നിയോഗിച്ചു ഇത് പഠിക്കാൻ. ജില്ലാ കളക്ടറുടെ പേര് കളക്ടർ സുജാൽ മായത്ര. ആ റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്കറിയാം കഴിഞ്ഞ 2021 ആ പ്രതികളെ മുഴുവൻ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടു. ആ വിധിക്കെതിരെ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയിൽ പോയി. ഇന്ന് ഇവരുടെ സംഘപരിവാർ തീവ്രവാദികൾ ഈ ജയിലിൽ വീണ്ടും പോയി കിടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രിജ്ഭൂഷന്റെ വിഷയം മാത്രമല്ല, ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരം വിഷയം ഈ പറയുന്ന ഷാജി രാഘവൻ തന്നെ ഇവിടെ പറഞ്ഞു ഇത് ആഭ്യന്തര പ്രശ്നമാണെന്ന്. നമുക്കറിയാം സാക്ഷിമാർക്ക് ആഭ്യന്തര പ്രശ്നമല്ല. രാജ്യത്തിന് മെഡൽ നേടിത്തന്ന രാജ്യം കണ്ട പ്രതിഭാധനയായ ഒരു കായിക താരത്തെ റോഡിലിട്ട് വലിച്ചഴക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഇവിടെ പോലീസ് സ്വാതി മലിവാൾ കേസ് കൊടുത്തു, അദ്ദേഹം റിമാൻഡിൽ പോയി. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. അതിനോട് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന വെറും മൂന്നാംകിട തീവ്രവാദികളും മൂന്നാംകിട വർഗീയവാദികളും നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അപരാധങ്ങളും അപവാദങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന അതുപോലെ ഒരു മനുഷ്യനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറി. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റുമെന്ന്. നമുക്കറിയത്തില്ലേ ഈ ബാബറി മസ്ജിദ് തകർത്തത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് നാഴിക 40 വട്ടം പ്രസംഗിച്ച BJP-കാരാണ്. അതായത് അവിടെ ബാബറി മസ്ജിദ് തകർത്തത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണെന്ന് രാഷ്ട്രീയപരമായി പറയുന്നവരാണ് ഇപ്പൊ പറയുന്നത് ഇനിയും അധികാരത്തിൽ വന്ന രാമക്ഷേത്രം. Debate with Arun Kumar.